നടിയുടെ പ്രതികരണത്തിൽ ആരോപണത്തിൽ വിമർശനങ്ങൾ കടുക്കുമ്പോഴും വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാട് വിശദീകരിക്കാൻ രഞ്ജിത്ത് ഒഴിഞ്ഞു മാറുകയാണ്. പ്രതികരണത്തിൽ നിന്ന് വയനാട്ടിലെ വസതിയിൽ തുടരുകയാണ് അദ്ദേഹം. ഇപ്പോഴും കമലാണ് ചേരുന്നത്. കമൽ, വലിയ സമ്മർദ്ദമുണ്ട് രഞ്ജിത്തിന് മുകളിൽ. സ്വാഭാവികമാണ് ഇത്തരം ചർച്ചകൾ, അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴിതുറക്കും. നിയമപരമായ നടപടി വേണം എന്ന ആവശ്യവും ഒരു ഭാഗത്ത് സിനിമാ പ്രവർത്തകരടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. രഞ്ജിത്തിനോട് പ്രതികരണം ആരായുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി? അങ്ങനെ മറുപടി ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നതേ ഇല്ല. അദ്ദേഹം വയനാട്ടിലെ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം കോമ്പൗണ്ടിലുണ്ട്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും. അവിടെ നിന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഫോണിൽ പോലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് അങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിലേക്ക് എത്തി കാണാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും അദ്ദേഹം പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. നേരത്തെ ഈ വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കോട്ട് ചെയ്താണ് റെജി ലൂക്കോസ്. രഞ്ജിത്ത് സ്ഥാനമൊഴിയുന്നതാണ് നല്ലത്. മാടമ്പി സ്വഭാവമാണ് രഞ്ജിത്തിന്. ഇടതുപക്ഷത്തെ ഒരാൾ തന്നെ സി പി എമ്മിൻ സഹയാത്രികനായി ചർച്ചകളിൽ CPM ഭാഗം വിശദീകരിക്കുന്ന, സർക്കാർ ഭാഗം ന്യായീകരിക്കുന്ന റെജി ലൂക്കോസിനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ, കോഴിക്കോട്ടാണ് എൻ്റെ വീട്. എനിക്ക് വയനാട്ടിലും ഒരു വീടുണ്ട്. അവിടെ കാവൽക്കാരുണ്ട്, അവിടെ നോക്കുന്നയാളുണ്ട്. അദ്ദേഹം അവിടെ നാടൻ പട്ടികളെ വളർത്തുന്നുണ്ട്. ഞാനാണ് ഉടമസ്ഥൻ എന്നറിയാതെ അവിടെ ചെല്ലുമ്പോൾ എന്നെ നോക്കി കുരയ്ക്കും, ഓരിയിടും. അതുപോലെ ചലച്ചിത്രോത്സവത്തിലെ ഈ വിമർശനങ്ങളെ, അന്നത്തെ പ്രതിഷേധങ്ങളെ കാണുന്നുള്ളൂ എന്നൊരിക്കൽ പറഞ്ഞത് വലിയ തോതിൽ ചലച്ചിത്രോത്സവം നടക്കുന്ന കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ പോസ്റ്റൊക്കെ, അന്നത്തെ പ്രതികരണമൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് റെജി ലൂക്കോസിനെ പോലെ ഇടതുപക്ഷത്ത് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ വിമർശനങ്ങൾ രഞ്ജിത്തിന് നേരെ വരുന്നത്. രഞ്ജിത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും പറയുന്നുണ്ടോ? രതീഷ്, അത്തരത്തിലൊരു വിശദീകരണവും ലഭിക്കുന്നില്ല. അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും, അവിടെ നിന്ന് ഒരുപക്ഷെ പ്രതികരിച്ചേക്കും എന്ന ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഈ പോസ്റ്റ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിൽ അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇട്ടതാണ്, വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ടൊക്കെ. ആ പോസ്റ്റാണ് ഇപ്പോൾ റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും രഞ്ജിത്ത് നേരിട്ട് പുറത്തു വരാനോ സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് നേരത്തെ തന്നെ ഹോം സ്റ്റേ ആയൊക്കെ പ്രവർത്തിക്കുന്ന വീടാണ്. ആ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. എന്തായാലും പ്രതികരണം ഇല്ല എന്ന ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. നമ്മൾ കമലടക്കം ഇന്നലെ മുതൽ ഈ പല ആളുകളുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. സിനിമാ മേഖലയിലെ പലരും രഞ്ജിത്തിനെതിരെ മാത്രമല്ല, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലുണ്ടായി. സമാനമായി എത്ര പേരാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം എത്ര പേരാണ് തങ്ങളെ അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി വിധേയരാക്കാൻ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വിമർശനവുമായി വരുന്നത്. ആലപ്പി അഷ്റഫിനെ പോലെ ഇതിനപ്പുറം എന്താണ് ഈ സർക്കാർ നടപടിയെടുക്കാൻ വേണ്ടത് എന്ന് പരസ്യമായി ചോദിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും വലിയ ധാർമ്മിക രക്ഷത്തോടുകൂടി പ്രതികരിക്കുന്ന ആളായിരുന്നല്ലോ രഞ്ജിത്ത്. നേരത്തെ ഈ പദവിയിലേക്കൊക്കെ വരുന്നതിന് മുൻപ്, പദവിയിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മൗനം അത് അങ്ങനെ ഏറെ നേരം നീണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇന്നൊരു പത്രത്തിൽ വായിച്ചത്, നമുക്ക് പ്രതികരണം കിട്ടിയിട്ടില്ല, ഒരു പത്രത്തിൽ വായിച്ചത്, ഞാനാണ് ഇര. ഈ പറയുന്ന ബംഗാളി നടി അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊരു സിഗരറ്റ് വാങ്ങി വലിച്ചു. അവരുടെ അഭിനയം അത്ര നല്ലതായിരുന്നില്ല. പിറ്റേന്ന് എൻ്റെ അസിസ്റ്റൻ്റ് ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ എന്തോ ആണ് പേര്, അദ്ദേഹം വിളിച്ചിട്ട് താങ്കളുടെ പെർഫോമൻസ് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ ക്ഷോഭിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. നമുക്ക് ആ പ്രതികരണം ലഭിച്ചിട്ടില്ല. ഏതായാലും അത്തരമൊരു പ്രതികരണം ഒരു പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കാമായിരിക്കും അല്ലേ? അദ്ദേഹം കോഴിക്കോട്ട് എത്തിയ ശേഷം പ്രതികരിക്കുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അത് എന്തായാലും വൈകുന്നേരത്തോടെ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം ഇതുമായി സംബന്ധിച്ച് കൂടിയാലോചനകൾ ഒരുപക്ഷെ നടത്തുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഫോണിൽ പോലും ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. വീട്ടിലെത്തിയിട്ടും അദ്ദേഹം പുറത്ത് വന്ന് അത്തരത്തിൽ പ്രതികരിക്കാൻ ഒന്നും തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ കാണാൻ പോലും സാധ്യമാകാത്ത അവസ്ഥയാണുള്ളത്. രതീഷ്, ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആൾ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ഗൗരവ സ്വഭാവം കൈവരുന്നത്. അദ്ദേഹത്തെ പക്ഷേ പരിപൂർണമായി ന്യായീകരിക്കുകയായിരുന്നു രാവിലെ സാംസ്കാരിക മന്ത്രി. എന്തായാലും ഇനി എന്ത് സംഭവിക്കുന്നു, സർക്കാരിൻ്റെയും രഞ്ജിത്തിൻ്റെയും പ്രതികരണം ഏതു തരത്തിലായിരിക്കും? മുൻ അക്കാദമി ചെയർമാൻമാരുടെയൊക്കെ പ്രതികരണമൊക്കെ കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. മലയാള സിനിമയെന്ന നമ്മുടെ അഭിമാനമായ ആ മേഖല, കലാകാരന്മാരുടെ വലിയ കൂട്ടായ്മയുടെ ഇടം, അവിടെ വേട്ടക്കാരായി ചിലരുണ്ട് എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, അതിന് പിന്നാലെ വന്ന പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും, അക്കാര്യത്തിൽ ഉചിതമായ തിരുത്തൽ ആവശ്യമായി വരുന്നു എന്നതാണ് പൊതുവിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്ന ആവശ്യം. അക്കാര്യത്തിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? അക്കാദമി ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് ഈ ആരോപണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്?